സംസ്ഥാനത്തെ 3872 റേഷൻ കടകൾ നിർത്തലാക്കണമെന്ന ശുപാർശയുമായി സർക്കാർ നിയോഗിച്ച വകുപ്പ് തല സമിതി. റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച 3-അംഗ സമിതിയുടേതാണ് റിപ്പോർട്ട്. റേഷൻ കടകളുടെ എണ്ണം കുറച്ച് വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കാനാണ് ശുപാർശ. എന്നാൽ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ടതില്ലെന്നാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. നീലക്കാട് ഭാഗങ്ങൾക്കുള്ള അരിയുടെ വില 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കാനും ശുപാർശയുണ്ട്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയതിനു ശേഷമുള്ള റേഷൻ വ്യാപാരികളുടെ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് റേഷനിംഗ് കൺട്രോളറായിരുന്ന കെ മനോജ് കുമാർ കൺവീനറും വിജിലൻസ് ഓഫീസർ SS അനിദത്ത്, ലോ ഓഫീസർ കെ ഉഷ എന്നിവർ അംഗങ്ങളുമായി വകുപ്പ് തല സമിതിയെ സർക്കാർ നിയോഗിച്ചത്. സംസ്ഥാനത്ത് 13,872 റേഷൻ കടകളാണുള്ളത്. നിലവിൽ 146 വ്യാപാരികൾ മാസം 10,000-ൽ താഴെ കമ്മീഷൻ ലഭിക്കുന്നവരാണ്. 10,000-നും 15,000-നും ഇടയിൽ കമ്മീഷൻ ലഭിക്കുന്ന 827 പേരുണ്ട്. 1,186 വ്യാപാരികൾ 15,000-നും 18,000-നും ഇടയിൽ കമ്മീഷൻ ലഭിക്കുന്നവരാണ്. 11,713 പേർക്ക് 18,000-ന് മുകളിലും കമ്മീഷൻ ലഭിക്കുന്നു. ഒരു റേഷൻ കടയ്ക്ക് കീഴിൽ 800 കാർഡുകൾ വരത്തക്ക രീതിയിൽ ക്രമീകരിച്ചാൽ റേഷൻ കടകളുടെ എണ്ണം 10,000-ആയി നിജപ്പെടുത്താമെന്നാണ് ശുപാർശ. അങ്ങനെയാകുമ്പോൾ എല്ലാ വ്യാപാരികൾക്കും തുല്യമായ കമ്മീഷൻ ലഭിക്കും. എന്നാൽ നിരവധി ആളുകളുടെ തൊഴിൽ നഷ്ടമാകുന്ന ഈ രീതിയോട് തൊഴിലാളി സംഘടനകൾക്ക് യോജിപ്പില്ല. 15 ക്വിന്റലിന് താഴെ വിതരണം നടത്തുന്ന 85 റേഷൻ കടകൾ സംസ്ഥാനത്തുണ്ട്. ഇത്തരം കടകൾ തുടരണമോ എന്ന കാര്യം സർക്കാർ തീരുമാനിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നീലക്കാട് വിഭാഗങ്ങൾക്കുള്ള അരിയുടെ വില 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കിയാൽ പ്രതിമാസം 3.14 കോടി രൂപ സർക്കാർ ലഭിക്കും. ഇതോടൊപ്പം റേഷൻ വ്യാപാരികൾ അധികമായി സർക്കാരിലേക്ക് അടയ്ക്കുന്ന 60 പൈസയും ചേർത്താൽ ഒരു വർഷം സർക്കാരിന് 50 കോടി വരുമാനമുണ്ടാക്കാം. ഇതിലെ ഒരു വിഹിതം റേഷൻ വ്യാപാരികളുടെ വേതന വർധനയ്ക്കും ക്ഷേമനിധി ശക്തിപ്പെടുത്തുന്നതിനും ഉപയോഗിക്കാമെന്നും നിർദ്ദേശമുണ്ട്. അശാസ്ത്രീയമായ കമ്മീഷൻ രീതി അവസാനിപ്പിക്കണം. റേഷൻ കടകളെ വൈവിധ്യവൽക്കരിച്ച് കൂടുതൽ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന K-സ്റ്റോർ പദ്ധതിയിൽ പരമാവധി റേഷൻ കടകളെ ഉൾപ്പെടുത്തണം. ഒരു ലൈസൻസിയുടെ അഡീഷണൽ ചാർജിൽ പ്രവർത്തിക്കുന്ന മറ്റു കടകളെ 800 കാർഡുകളുള്ള കടകളാക്കി മാറ്റണം. പുതിയ റേഷൻ കടകൾ അനുവദിക്കുന്നത് നിയന്ത്രിക്കണമെന്നും ശുപാർശയുണ്ട്. ജനം, കോഴിക്കോട്.